രാഷ്ട്രീയത്തിൽ ഇടതു മുന്നണി പുലർത്തുന്ന വിനാശകരമായ അവസരവാദവും അവിശുദ്ധ സഖ്യങ്ങളും ഒരിക്കൽ കൂടി പുറത്തുവരികയാണ്. പുറമെ മതേതരത്വം പ്രസംഗിക്കുകയും അണിയറയിൽ തീവ്രവാദ ശക്തികളുമായി സന്ധി ചെയ്യുകയും ചെയ്യുന്ന CPM-ന്റെ ഇരട്ടത്താപ്പാണ് മലപ്പുറം വേങ്ങര മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി നിർണയത്തിലൂടെയും അതിന് പിന്നാലെ വന്ന വെളിപ്പെടുത്തലിലൂടെയും പുറത്തുവരുന്നത്. രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളുടെയും കൊലപാതക രാഷ്ട്രീയത്തിന്റെയും പേരിൽ വിറളി പിടിച്ചു നിൽക്കുന്ന ശക്തികളെ താലോലിക്കുന്ന ഇടതുപക്ഷത്തിന്റെ ഈ പോക്ക് കേരളത്തെ എങ്ങോട്ടാണ് നയിക്കുന്നത് എന്ന ചോദ്യം ഇപ്പോൾ ശക്തമായിരിക്കുകയാണ്. വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി സ്വന്തം രക്തസാക്ഷികളുടെ ഓർമ്മകളെ പോലും ഒറ്റിക്കൊടുക്കുന്ന CPM-ന്റെ ലജ്ജയില്ലാത്ത നിലപാടുകൾക്കെതിരെ പൊതുസമൂഹം വലിയ പ്രതിഷേധത്തിലാണ്. ഭീകര സംഘടനയായ SDPI-യുടെ വോട്ടുകൾ വാങ്ങിയാണ് താൻ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതെന്ന് മലപ്പുറം വേങ്ങര മണ്ഡലത്തിലെ LDF സ്വതന്ത്ര സ്ഥാനാർത്ഥി സബാഹ് കുണ്ടുപുഴയ്ക്കൽ തന്നെ ഇപ്പോൾ തുറന്ന് സമ്മതിച്ചിരിക്കുന്നു. 2021-ൽ SDPI സ്ഥാനാർത്ഥിയായി മത്സരിച്ച ഒരാളെ തന്നെ ഇത്തവണ LDF സ്വതന്ത്രനായി രംഗത്തിറക്കിയത് തീവ്ര നിലപാടുള്ള സംഘടനകളുമായി ഇടതുമുന്നണി എത്രത്തോളം ആഴത്തിൽ കൈകോർക്കുന്നു എന്നതിന്റെ വ്യക്തമായ തെളിവാണ്. ഒരു വശത്ത് UDF-നെതിരെ വർഗീയ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോഴും മറുവശത്ത് നിരോധിത സംഘടനകളുടെ രാഷ്ട്രീയ മുഖമായ SDPI-യുടെ പിന്തുണ പരസ്യമായി തേടുന്നത് LDF-ന്റെ രാഷ്ട്രീയ പാപ്പരത്തമാണ് വെളിവാക്കുന്നത്. രാജ്യത്ത് നിരോധിക്കപ്പെട്ട PFI-യുടെ രാഷ്ട്രീയ രൂപമായ SDPI-യുടെ വോട്ടുകൾ സ്വീകരിക്കുന്നതിനെ ന്യായീകരിച്ച് CPM നേതാവ് AK ബാലൻ രംഗത്തെത്തിയത് പൊതുസമൂഹത്തെയാകെ പരിഹസിക്കുന്നതിന് തുല്യമാണ്. SDPI പ്രവർത്തകരെ മാനസാന്തരപ്പെടുത്താൻ വേണ്ടിയാണ് അവരുടെ വോട്ട് വാങ്ങുന്നതെന്ന ബാലന്റെ പ്രസ്താവന കേരളം കേട്ടതിൽ വെച്ച് ഏറ്റവും വലിയ രാഷ്ട്രീയ തമാശയായി മാറിയിട്ടുണ്ട്. കൊലപാതക രാഷ്ട്രീയവും വർഗീയതയും കൈമുതലായുള്ള ഒരു സംഘടനയെ നന്നാക്കിയെടുക്കാനുള്ള റിഫോം സെന്ററായി CPM മാറിയിരിക്കുകയാണോ എന്നാണ് ജനങ്ങൾ ചോദിക്കുന്നത്. മഹാരാജാസ് കോളേജിൽ SFI പ്രവർത്തകനായിരുന്ന അഭിമന്യുവിനെ ക്രൂരമായി കൊലപ്പെടുത്തിയ കേസിൽ പ്രതിസ്ഥാനത്തുള്ള സംഘടനയുമായി തെരഞ്ഞെടുപ്പ് ലാഭത്തിനായി CPM ഒത്തുതീർപ്പ് നടത്തുന്നത് സ്വന്തം അണികളോടുള്ള ചതിയാണ്. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതികളായ നേതാക്കളുമായി SDPI-യുമായി അധികാരം നിലനിർത്താൻ വേണ്ടി നടത്തുന്ന ഈ അവിശുദ്ധ കൂട്ടുകെട്ട് ജനാധിപത്യത്തിന് തന്നെ വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത്. വർഗീയതയെ എതിർക്കുന്നു എന്ന് നാഴികയ്ക്ക് 40 വട്ടം പറയുന്ന പിണറായി വിജയനും കൂട്ടരും ഇനിയെങ്കിലും ഈ ഇരട്ടത്താപ്പ് അവസാനിപ്പിക്കണമെന്ന ആവശ്യം ശക്തമാക്കുകയാണ്.